നമസ്കാരം. പ്രധാന വാർത്തകൾ. വീടിന്റെ തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ആദിവാസി യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. അട്ടപ്പാടി പാലൂർ കുളപ്പടിയൂരിലെ ഈശ്വരൻ എന്ന ഒടിയനാണ് മണ്ണാർക്കാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണം. പട്ടാമ്പി ടൗണിലെ പ്രവൃത്തികൾ അടുത്തയാഴ്ച തുടങ്ങും. കുടിവെള്ള പൈപ്പുകൾ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കും. ജലവിതരണം മുടങ്ങിയേക്കുമെന്ന് മുന്നറിയിപ്പ്. പെരിന്തൽമണ്ണയിൽ കത്തി നശിച്ച കടയുടമയ്ക്ക് താങ്ങായി മർച്ചന്റ് അസോസിയേഷൻ. തീപിടുത്തമുണ്ടായി നശിച്ച കടയ്ക്കു പകരം 48 മണിക്കൂറിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് പുതിയ കട ആരംഭിക്കാൻ സഹായം ചെയ്ത് കൂട്ടായ്മ. ഇത് അതിജീവനത്തിന്റെ മികച്ച മാതൃകയെന്ന് MLA. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ താഴേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം മന്ത്രി V. അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. 50 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വാർത്തകളിലേക്ക് വിശദമായി. വീടിന്റെ തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ആദിവാസി യുവാവിനെ വിളിച്ചുണർത്തി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും. അട്ടപ്പാടി പഴയൂർ മേലെ ബൂതയാറിലെ പണലിയെ ആക്രമിച്ച കേസിലാണ് പാലൂർ കുളപ്പടിയൂരിലെ ഈശ്വരൻ എന്ന ഒടിയന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ കോടതി ശിക്ഷ വിധിച്ചത്. 2024 ജൂൺ 16-നാണ് സംഭവം. പ്രതി ഒടിയന് മദ്യം വാങ്ങാൻ പണം നൽകാത്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. പ്രതി ഈശ്വരനും പരിക്കേറ്റ പണലിയും ഇവരുടെ സുഹൃത്തുക്കളായ മറ്റൊരു പണലിയും മണികണ്ഠനും രാത്രി മദ്യപിച്ചിരുന്നു. ഇതിനുശേഷം മണികണ്ഠനും പ്രതി ഈശ്വരനും വീട്ടിലേക്ക് പോയി. 2 പണലിമാരും ബസ് സ്റ്റോപ്പിനടുത്തുള്ള വീടിന്റെ തിണ്ണയിൽ ഉറങ്ങി. പുലർച്ചെ തിരിച്ചെത്തിയ ഈശ്വരൻ പണലിയോട് മദ്യം വാങ്ങാൻ പണം ആവശ്യപ്പെട്ടു. പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ മരവടി കൊണ്ട് നെറ്റിയും തലയോട്ടിയും താടിയെല്ലും മൂക്കും അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. മാരകമായി പരിക്കേറ്റ പണലിക്ക് ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഭാരത ന്യായ സംഹിത പ്രകാരം വധശ്രമം, പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരുന്നത്. BNS അനുസരിച്ച് മണ്ണാർക്കാട് കോടതിയിലെ ആദ്യ വിധിയാണിത്. ഈ കേസിലെ പ്രതിയെ 307 IPC അതുപോലെ സെക്ഷൻ 325 SC/ST ആക്ട് പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടു. അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷയ്ക്കും 25,000 രൂപ പിഴ കൊടുക്കാനും ബഹുമാനപ്പെട്ട കോടതി ഇന്ന് വിധിച്ചിട്ടുള്ളതാണ്. ഈ കേസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BNSS പ്രകാരം ആദ്യമായി ഉണ്ടായ ജഡ്ജ്മെൻ്റാണ് ഈ കേസിൽ ഇന്ന് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അന്വേഷണമൊക്കെ വളരെ പെട്ടെന്ന് നടത്തി കുറ്റപത്രം സമർപ്പിച്ച് കസ്റ്റഡി ട്രയലാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. മദ്യം വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വിരോധത്താലാണ് ഈ പ്രതി കൃത്യം നടത്തിയിട്ടുള്ളത് എന്നായിരുന്നു ആരോപണം. ആ കാര്യം പൂർണ്ണമായും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണമെന്നും മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചു. 54 ദിവസം കൊണ്ട് ചാർജ് കൊടുക്കുന്നതാണ് എൻ്റെ കസ്റ്റഡി ട്രയലായിരുന്നു. പ്രതിക്ക് ജാമ്യം എടുക്കാനുള്ള അവസരം കൊടുത്തില്ല എന്നുള്ളത്. ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ എവിഡൻസും എല്ലാം കൃത്യമായിട്ട് കളിച്ചത്. അതിൻ്റെ DPCയുടെ മോണിറ്ററിംഗ് പ്രത്യേകം ഉണ്ടായിരുന്നു. ഓരോ കേസിലും മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ സാർ മീറ്റിംഗ് വരുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓരോ കേസിനെ കുറിച്ച്, ജഡ്ജ്മെൻ്റ് ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും. അപ്പോൾ അങ്ങനൊരു ഡിസ്കഷൻ ഞങ്ങൾക്ക് ഈ കേസ് വളരെ ഉപകാരപ്രദമായി. വളരെ പെട്ടെന്ന് തന്നെ പ്രതിക്ക് ജാമ്യം കിട്ടാത്ത രീതിയിൽ തന്നെ കസ്റ്റഡി ട്രയൽ നടത്തി ആ കേസ് BNSS പ്രകാരമുള്ള വിധി ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് അഭിമാനിക്കാൻ പറ്റുന്ന പ്രോസിക്യൂഷന് പോലീസിന് ഒരു വിജയം തന്നെയാണ്. പുതൂർ സ്റ്റേഷനിലെ SI NV മുരളി, അഗളി DYSPമാരായ ജയകൃഷ്ണൻ, അശോകൻ എന്നിവർ അന്വേഷിച്ച് 56 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് P. ജയൻ ഹാജരായി. GSIമാരായ പൊടിമോൻ, ദേവസ്യ എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സഹായിച്ചു. SCPO സുഭാഷിണി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണം. പട്ടാമ്പി ടൗണിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ അടുത്ത ആഴ്ച തുടങ്ങും. ഈ സാഹചര്യത്തിൽ ടൗണിലെ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ പ്രവൃത്തികൾ തുടങ്ങിയേക്കും. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള
റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. നിലവിൽ റോഡിന്റെ നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് തകർച്ച നിത്യസംഭവമാണ്. റോഡ് നവീകരണം വരുമ്പോൾ നിലവിലുള്ള പൈപ്പ് ലൈനിന് പകരം റോഡിന് ഇരുവശത്തു കൂടി പുതിയ പൈപ്പ് ലൈൻ ഇടും. ചൊവ്വാഴ്ച മുതൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കും. പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ബദൽ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്നും പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി.പി. ഷാജി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ്. ഇപ്പോൾ നിള IPT റോഡിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2 സൈഡിലും പൈപ്പിടുന്ന പ്രവൃത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം നല്ല പ്രയാസങ്ങൾ അനുഭവിക്കും. കാരണം 2 വശത്തും പൈപ്പിടുന്ന സമയത്ത് നിലവിലുള്ള പൈപ്പ് കണക്ഷൻ 4-5 ദിവസം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നാണ് കോൺട്രാക്ടർമാരൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാകാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ടാങ്കർ ലോറി ഉപയോഗിച്ചെങ്കിലും വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോകും. ഈ ഒരു ചെറിയൊരു ഇടവേള പരമാവധി ജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. ഏറെക്കാലത്തെ സമരങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി വി. അബ്ദുറഹ്മാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 2020 അന്നത്തെ MLA ആയിരുന്ന മഞ്ഞളാംകുഴി അലി MLA അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവിലാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. തുടർന്ന് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് വയറിംഗ്, പ്ലംബിംഗ്, കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങളും ലാബ്, ഫാർമസി, OP ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയത്. 38 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനായി ചെലവഴിച്ചത്. മന്ത്രി വി. അബ്ദുറഹ്മാൻ പുതിയ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നുണ്ടെന്നും വർഷങ്ങളായി പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ജനങ്ങളെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇടപെടുകയും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെയാണ് ഒരു നാടിന് മാതൃകയാകുക എന്നുള്ളതിലൂടെ ഏതാണ് ഈ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മറ്റംഗങ്ങളും ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വർഷങ്ങളായി ചെയ്യാൻ പറ്റാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത്. അതാണ് നമ്മളൊക്കെ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. വെൽനസ് സബ് സെന്റർ ശിലാസ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പ് പിലാക്കൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ TN അനൂപ്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജില ദിലീപ്, T ഷീല, N ശ്രീദേവി, ഗ്രാമപഞ്ചായത്ത് അംഗം VP റഷീദ്, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ KM മുഹമ്മദ് അലി, പഞ്ചായത്ത് പ്ലാൻ കോർഡിനേറ്റർ TT മുഹമ്മദ് അലി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഹമീദ് ഓങ്ങല്ലൂർ, MT അഫ്സൽ, PK അഫ്സൽ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകാന്ത്, മുഹമ്മദ് അലി നാലകത്ത്, താഴേക്കോട് മെഡിക്കൽ ഓഫീസർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെ നാളത്തെ ആവശ്യമായ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പാറൽ മണലായ കണ്ടൻചിറ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. നജീബ് കാന്തപുരം MLA പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാറലിൽ നിന്നും തുടങ്ങി ആനമങ്ങാട് മുതുകുറിശി റോഡിലെ മണലായ കണ്ടഞ്ചിറയിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ 650 മീറ്റർ വരുന്ന ഭാഗമാണ് നവീകരിക്കുന്നത്. ഈ ഭാഗത്തെ പ്രവൃത്തികൾക്ക് ഗ്രാമവികസന പദ്ധതിയിൽ നജീബ് കാന്തപുരം MLA 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. പാറൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. റോഡ് വികസനത്തിന് പരിമിതമായ ഫണ്ട് വീതിക്കുമ്പോൾ തികയാതെ വരും. എന്നാൽ ഓരോ പ്രദേശത്തിൻ്റെയും റോഡുകളുടെ പൂർത്തീകരണത്തിന് വേണ്ട മുഴുവൻ തുകയും അനുവദിക്കുകയാണ് ചെയ്യുന്നതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. എല്ലാ റോഡുകൾക്കും കൈയടങ്ങി നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെക്കുമ്പോ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഒരു 10 ലക്ഷം റുപ്യ കൊടുത്താൽ എവിടെയും ഈ പണി നേരെ നടക്കുക, ഒരാളുടെ ആവശ്യത്തിൽ തീരുമില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന മുഴുവൻ പ്രവർത്തികളും
ആ വർക്ക് കൊണ്ട്, ആ പൈസ കൊണ്ട് ആ വർക്ക് പൂർത്തിയാകാൻ തക്ക തരത്തിലുള്ള സഹായം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 50 ലക്ഷം രൂപ വെച്ച റോഡിന് പിന്നൊരു അവസരം കൂടി വന്നപ്പോൾ, ഒരു ഫണ്ട് കൂടി ഗ്രാമീണ റോഡിൻ്റെത് വന്നപ്പോ നിങ്ങൾക്ക് തന്നെ തന്ന് അത് പരമാവധി നീളത്തിലേക്ക് പോകണം എന്നാഗ്രഹിച്ചു. എന്നാലും ഒരുപക്ഷെ ഇത് പൂർത്തിയായിക്കൊള്ളണമെന്നില്ല. അടുത്തൊരു ടേമിൽ നമുക്ക് വീണ്ടും ഒരു അവസരം ആര് വരികയാണെങ്കിലും, ഞാൻ തന്നെ വന്നോളണമെന്നില്ല, ആര് വരികയാണെങ്കിലും ആ MLAക്ക് പൂർണ്ണമായും തീർക്കാൻ ഒരു പാകത്തിൽ നമുക്കതിന് പദ്ധതി ഉണ്ടാക്കിയിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. പാറൽ മണലായ കണ്ടഞ്ചിറ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. അപ്പൊ പാറൽ മണലായ പൂർത്തിയാകുന്നതോടൊപ്പം ഒരു വലിയ കണക്ടിവിറ്റി കൂടി വേറെ വരികയാണ്. ഇപ്പൊ മുതുകുറിശി മണലായ റോഡ് പൂർണ്ണമായും 5 കോടി രൂപ വെച്ച് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഈ പാറൽ നിന്ന് ഇനി എറണാകുളത്തേക്കൊക്കെ പോണ ആളുകൾക്ക് പോലും ഏറ്റവും വലിയൊരു ഷോർട്ട് കട്ടോട് കൂടി നമുക്ക് പോകാം. ജനകീയ കമ്മിറ്റി ചെയർമാൻ PK യൂനിസ് ഹാജി അധ്യക്ഷത വഹിച്ചു. കൺവീനർ ശശിധരൻ മണലായ, ട്രഷറർ ഷാജഹാൻ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ CH ഹമീദ്, പഞ്ചായത്ത് അംഗം K സജിത, ജില്ലാ പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷ KP ഹാജർമ, ഈസ്റ്റ് മണലായ കുടിവെള്ള പദ്ധതി പ്രതിനിധി രവീന്ദ്രമോഹൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സക്കീർ ഹുസൈൻ, CP ഷിഹാബുദ്ദീൻ, KPM നാസർ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള നാട്ടുകാരുടെ സഹകരണത്തോടെ റോഡ് 8 മീറ്റർ വീതി കൂട്ടിയിരുന്നു. പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പായി റോഡിലെ കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ചു. റോഡിന്റെ ബാക്കി വരുന്ന 2 കിലോമീറ്റർ ഭാഗത്തെ നവീകരണ പ്രവൃത്തികൾക്ക് നജീബ് കാന്തപുരം MLAയുടെ 2025-2026 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഈ തുകയും റോഡിന്റെ പൂർത്തീകരണത്തിന് തികയാത്ത സ്ഥിതിയാണുള്ളത്. ബാക്കി കൂടി അനുവദിക്കാൻ MLAയോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ ഈ ഫണ്ട് കൂടി ലഭ്യമാക്കി റോഡിന്റെ നിർമ്മാണം വൈകാതെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പ്രതിസന്ധികൾ മനുഷ്യരെ കരുത്തരാക്കും, നഷ്ടങ്ങളെ അതിജീവിക്കും. കഴിഞ്ഞ ദിവസം തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ച പെരിന്തൽമണ്ണയിലെ ടാലന്റ് ബുക്ക് ഹൗസ് 48 മണിക്കൂറിനിടെ മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA, വ്യാപാര സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ ലത്തീഫിന്റെ ഊട്ടി റോഡിലെ ടാലന്റ് ബുക്ക് ഹൗസാണ് തീപിടുത്തത്തിൽ കഴിഞ്ഞ ദിവസം കത്തിനശിച്ചത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് അഗ്നിബാധ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തിൽ ടാലന്റ് ബുക്ക് ഹൗസ് പൂർണ്ണമായും അഗ്നിക്കിരയായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഇവരുടെ തന്നെ കുടുംബവകയായുള്ള മറ്റൊരു കെട്ടിടത്തിൽ സ്ഥാപനം പുനരാരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കൊടുവാക്കൽ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ഇന്നലെ രാത്രി പോലും അവർ പർച്ചേസിങ്ങിന് വേണ്ടി ഇവിടെ സംവിധാനിക്കുമ്പോൾ ഇവിടെ രാത്രി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത്രയും സഹകരണമുള്ളൊരു സ്ഥാപനം കത്തി നശിച്ച് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ, വെറും വെണ്ണീറായിരിക്കുന്ന അവസ്ഥയിൽ, അത് പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട്, നാട്ടുകാരുടെ സഹകരണം കൊണ്ടും, ഇതിനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ, ഹോൾസെയിലുകാരുടെയും കമ്പനിക്കാരുടെയും സഹകരണം കൊണ്ടും, ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുടെ പരിപൂർണ പിന്തുണ കൊണ്ടും, അവരുടെ പരിപൂർണ പിന്തുണ എന്ന് പറഞ്ഞാൽ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ്, അവർ നിർബന്ധിച്ചിട്ടാണ് ഇത്രയും പെട്ടെന്ന് തുറന്നു തന്നെ. തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങളുണ്ടായ വ്യാപാരിക്ക് ധൈര്യം നൽകി വ്യാപാരികൾ തന്നെ ഏറ്റെടുത്തത് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നും പ്രതിസന്ധികൾ മനുഷ്യരെ കരുത്തരാക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അത്യാഹിതം വ്യക്തിപരമായ ഒരു വേദന എന്നതിലപ്പുറത്ത് ഒരു കൂട്ടായ്മയായി വ്യാപാരികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് പെരിന്തൽമണ്ണയിലെ വ്യാപാരികളുടെ ഏറ്റവും വലിയ മേന്മയായി ഞാൻ കാണുകയാണ്. ഞാൻ എപ്പോഴും പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയാറുണ്ട്. അവരുടെ കൂട്ടായ്മ, അവരുടെ ശക്തി, ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരവാഹികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഓരോ വ്യാപാരിക്കും ഇതൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ലത്തീഫ് കാക്കും കുടുംബത്തിനും അവർക്കൊക്കെ ഉണ്ടായ പ്രയാസം അത് തീർച്ചയായിട്ടും നമുക്ക് മറികടക്കാൻ കഴിയും. ഇത്തരം പ്രതിസന്ധികളാണ് മനുഷ്യനെ കൂടുതൽ കരുത്തരാക്കുന്നത്. പൂർണ്ണമായും അഗ്നിക്കിരയായ കെട്ടിടത്തിൽ സ്ഥാപനം നവീകരിച്ച് ആരംഭിക്കുന്നതുവരെ ഈ കെട്ടിടത്തിൽ ടാലന്റ് ബുക്ക് ഹൗസ് പ്രവർത്തിക്കും. സാധന സാമഗ്രികൾ അടുക്കി വയ്ക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ഒരുക്കുന്നതിനുമെല്ലാം വ്യാപാരികൾ സഹായിച്ചു. മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് കത്തിനശിച്ച സ്ഥാപനം വേഗത്തിൽ പുനരാരംഭിക്കാൻ തീരുമാനമെടുത്തത്. ഏതായാലും 3 മണിക്കൂറോളമുള്ള കഠിന പ്രയത്നം കൊണ്ട്
പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, സന്നദ്ധ പ്രവർത്തകർ, മറ്റു വളണ്ടിയർമാർ എല്ലാവരുടെയും സഹായം കൊണ്ട് തീ പരിപൂർണമായി അണക്കുവാൻ കഴിഞ്ഞെങ്കിലും ഏകദേശം 1.5 കോടി രൂപയുടെ മുതൽ പരിപൂർണമായി നഷ്ടപ്പെടുകയാണുണ്ടായത്. ഈ ആവശ്യത്തിൽ പെട്ടെന്ന് മർച്ചൻ്റ് അസോസിയേഷൻ അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിക്കുകയും ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. 24 മണിക്കൂർ കൊണ്ട് ഈ സ്ഥാപനം മറ്റെവിടെയെങ്കിലും ഉടനെ പ്രവർത്തിക്കണമെന്നായിരുന്നു മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആഗ്രഹം. സംഭവത്തെ തുടർന്ന് ധൈര്യം തന്നവരെയും കൂടെ നിന്നവരെയും സ്ഥാപനം പുനരാരംഭിക്കുന്നതിന് സഹായിച്ച എല്ലാവരെയും ടാലന്റ് ലത്തീഫ് നന്ദിയോടെ സ്മരിച്ചു. ആ ഷോക്കിൽ നിന്ന് എന്നെ മുക്തനാക്കിയത് എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ടാലൻറ്റ് ടീം, എൻ്റെ തൊഴിലാളികളെന്ന് പറയില്ല, എൻ്റെ ടാലൻറ്റ് ടീമും എൻ്റെ സംഘടനയും അതോടൊപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സഹപാഠികൾ, എല്ലാ ആളുകളും കൂടി ചേർന്നിട്ടുള്ള കൂട്ടായ്മയാണ് എന്നെ വീണ്ടും ഇതിനകത്തേക്ക് കട 48 മണിക്കൂറിനുള്ളിൽ തുടർന്ന് പ്രവർത്തിക്കാൻ പര്യാപ്തമാക്കിയത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, സെക്രട്ടറി CPM ഇക്ബാൽ, ചമയം ബാപ്പു, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സാധനവും ബാക്കി വെക്കാതെ ആ സ്ഥാപനം പറ്റ നശിച്ച ഒരു രൂപത്തിലായിട്ടാണ് മാറിയത്. ആ ഇന്നലത്തെ ആ സമയത്ത് ഇന്ന് പുതുതായി അതേ നാമത്തിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ ആരും കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്. അതെല്ലാം പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ നഷ്ടപ്പെട്ട കുടുംബത്തിനും ആ വ്യക്തിക്കും തീർത്തു കൊടുക്കുവാൻ പല നിലക്കും ഇവിടുത്തെ കച്ചവടക്കാരുടെയും സംഘടനയുടെയും അയൽവാസികളായ മൗലാന ഹോസ്പിറ്റൽ പോലത്തെ സ്ഥാപനത്തിൻ്റെയും എല്ലാവരുടെയും സഹായം കൊണ്ട് നമ്മൾക്ക് പെരിന്തൽമണ്ണക്കാർക്ക് മൊത്തം അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ടാലന്റിൽ നമ്മൾ കാഴ്ചവെച്ചത്. വിവാദമായ മണ്ണാർക്കാട് പള്ളിപ്പടി നായാടിക്കുന്ന് റോഡ് നവീകരണം പൂർത്തിയായി. 8 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്. റോഡ് നവീകരണത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മറ്റൊരു വാർഡ് കൗൺസിലർ നടത്തുന്ന ശ്രമം ബാലിഷ്യമെന്ന് ചന്തപ്പടി വാർഡ് കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ C. ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. ദേശീയപാത നവീകരണം പൂർത്തിയായതോടെയാണ് പള്ളിപ്പടി നായാടുക്കുന്ന റോഡിൽ ദുരിതം തുടങ്ങിയത്. ഈ റോഡിലെ വെള്ളം ദേശീയപാതയിലേക്കാണ് ഒഴുകിയിരുന്നത്. ദേശീയപാത ഉയർത്തിയതോടെ റോഡിൽ വെള്ളക്കെട്ടായി. നഗരമധ്യത്തിലെ റോഡിലെ വെള്ളക്കെട്ട് കൗൺസിലിൽ എന്നും ചർച്ചയായിരുന്നു. ഇതേ ചൊല്ലി ചന്തപ്പടി വാർഡ് കൗൺസിലർ ഷഫീഖും നായാടിക്കുന്ന് കൗൺസിലർ K. മൻസൂറും തമ്മിൽ കൗൺസിലിൽ രൂക്ഷമായ തർക്കങ്ങൾ നടന്നിരുന്നു. റോഡിൽ ഫണ്ട് അനുവദിക്കണമെന്ന ഷഫീഖിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് 8 ലക്ഷം രൂപ അനുവദിച്ചത്. വെള്ളക്കെട്ടുള്ള ഭാഗം മുതൽ ലീഗ് ഓഫീസ് വരെയുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ഇതോടെ ഈ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. അതേസമയം റോഡ് നവീകരണം പൂർത്തിയായതിന് പിന്നാലെ നായാടിക്കുന്ന് കൗൺസിലർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് എട്ടുകാലി മമ്മൂഞ്ഞിനെയാണ് അനുസ്മരിപ്പിക്കുന്നതെന്ന് കൗൺസിലർ ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. സപ്ലിമെന്ററി അജണ്ട വെച്ചുകൊണ്ടാണ് എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡ് കൗൺസിൽ യോഗത്തിൽ ചർച്ചയാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കൗൺസിൽ യോഗത്തിൽ LSTD എഞ്ചിനീയർ വിഭാഗത്തെ A-നെ കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തുകയും ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് നവീകരിക്കാൻ ആ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13-ാം തീയതി എനിക്ക് എഞ്ചിനീയറുടെ കത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ട് കൗൺസിൽ പ്രകാരം എടുത്ത തീരുമാനം ഈ റോഡിൻ്റെ പ്രവൃത്തി വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 8 ലക്ഷം രൂപ നഗരസഭ വകയിരുത്തിയിട്ടുണ്ട്. അതോടുകൂടി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറുകയും വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് LSTD എഞ്ചിനീയർ വിഭാഗം എനിക്ക് കത്തും കൈമാറിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ പ്രവൃത്തി 8 ലക്ഷം രൂപ നഗരസഭ വകയിരുത്തി ചെയർമാൻ്റെ പ്രത്യേക സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ ഈ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചത്. വളരെ നല്ല നിലയിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ കച്ചവട സ്ഥാപന വ്യാപാരികളുടെ ഈ പ്രദേശത്തെ ആളുകളെല്ലാവരും ഈ റോഡ് പണിയുമായി കൊണ്ട് ഒരുപാട് അവർ സഹായിച്ചിട്ടുണ്ട്. റോഡ് പ്രവർത്തിക്ക് ശേഷം ഇത് നനക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഈ പ്രദേശത്തെ ആളുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട്. വാദത്തിനും തർക്കത്തിനും ഒന്നുമില്ല. ഒരു ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊരു നാടിൻ്റെ ആവശ്യമാണ്. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ വിഭാഗ ആളുകൾക്കും
ഉപകാരപ്പെടുന്ന ഒരു നാടിൻ്റെ പുരോഗതിയാണ് വികസനം എന്ന് പറയുന്നത്. ആ വികസന പ്രവർത്തനത്തിൽ ഈ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മുഞ്ഞി. അതുപോലെ സ്വയം സമൂഹത്തിൻ്റെ ഇടയിൽ അപഹാസ്യരാവുക, ഇളിപ്പരാവുക എന്നുള്ളതൊക്കെ ഇതുകൊണ്ടൊക്കെ ഗുണം കിട്ടുകയെന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ. ഇടവേള. ഒറ്റപ്പാലം പാലപ്പുറം മാരിയമ്മൻ ക്ഷേത്രത്തിൽ 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂജാ മഹോത്സവത്തിന് കൊടിയേറി. മെയ് 10 വരെ വിവിധ ആഘോഷ പരിപാടികളും പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കും. ക്ഷേത്രം തന്ത്രി പനാവൂർ മനയ്ക്കൽ PMV പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറിയ ദിവസം മുതൽ ക്ഷേത്രമുറ്റത്ത് രാത്രി 8 മണി മുതൽ മാരിയമ്മൻ ക്ഷേത്ര ആചാരമനുസരിച്ചുള്ള സ്ത്രീ പുരുഷഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവക്കളി അരങ്ങേറും. മെയ് 5 മുതൽ 10 വരെ ദിവസങ്ങളിൽ പാൽക്കുടം എഴുന്നള്ളിപ്പ്, അർച്ചന, അന്നദാനം, മാരിയമ്മൻ, കാളിയമ്മൻ കുംഭം എഴുന്നള്ളിപ്പുകളും തേരുകൂത്ത്, ഗാനമേള എന്നിങ്ങനെ വിവിധ പരിപാടികളും നടക്കും. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അരങ്ങ് 2025 സർഗോത്സവം സംഘടിപ്പിച്ചു. AUP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും ഉള്ള കലാമത്സരങ്ങളാണ് അരങ്ങിൽ അരങ്ങേറിയത്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം ലഭിക്കുകയും ഈ വർഷവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. ജില്ലാ തലത്തിലെ അവാർഡുകളെല്ലാം പ്രഖ്യാപിച്ചു. ജില്ലാ തലത്തിൽ നമുക്ക് 10 സബ്ജക്റ്റുകൾക്കാണ് അവാർഡുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 10 വിഷയങ്ങൾക്കും നമ്മൾ അവാർഡിന് അപേക്ഷിക്കുകയും അതിൽ 5 എണ്ണം 1ാം സ്ഥാനവും 2 എണ്ണം 2ാം സ്ഥാനവും നമുക്ക് ലഭിച്ചു. ജില്ലാതലത്തിലെ ഏറ്റവും മികച്ച അയൽക്കൂട്ടം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് ഭാഗ്യശ്രീ അയൽക്കൂട്ടത്തിനാണ് കിട്ടിയിട്ടുള്ളത്. CDS ചെയർപേഴ്സൺ സൗമ്യ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സൈദാലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S സജി, വാർഡ് മെമ്പർമാരായ K കോയ, MK ദ്വാരകാനാഥൻ, MK പ്രദീപ്, K ലിനി, C ജയശ്രീ, S രാജശ്രീ, CDS അംഗങ്ങൾ, CDS അക്കൗണ്ടന്റ് സുജിത, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ അനൂപ്, ഫസീല, CDS വൈസ് ചെയർപേഴ്സൺ സുനില എന്നിവർ പങ്കെടുത്തു. വ്യവസായ ഇന്റേൺ അവിനാഷിനുള്ള യാത്രയപ്പ് നൽകി. ജില്ലാതലത്തിൽ അവാർഡുകൾ ലഭിച്ച മികച്ച കുടുംബശ്രീ ADS ആയ വാർഡ് 8 പുന്നാമ്പറമ്പ്, മികച്ച അയൽക്കൂട്ടമായ ഭാഗ്യശ്രീ അയൽക്കൂട്ടം, മികച്ച CDS പ്രവർത്തനങ്ങൾ കാർഷികേതരം, GRC BRC സംയോജനം എന്നിവരെ ആദരിച്ചു. 14 വാർഡുകളിൽ നിന്നായി പങ്കെടുത്ത കുടുംബശ്രീ അംഗങ്ങളും ഓക്സിലറി അംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളുണ്ടായി. അരങ്ങിൽ വെച്ച് ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കുടുംബശ്രീകളെ ആദരിച്ചു. വാർഡ് 9 ഓവറോൾ ചാമ്പ്യൻ കിരീടം നേടി. വാർഡ് 11 2ാം സ്ഥാനവും വാർഡ് 10 3ാം സ്ഥാനവും നേടി. അടയ്ക്കാപുത്തൂർ AUP സ്കൂളിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഗുരുപ്രണാമം ഞായറാഴ്ച നടക്കും. വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച 35 അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനേകായിരം വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകിയ അടയ്ക്കാപുത്തൂർ AUP സ്കൂളിന്റെ 150ാം വാർഷികം 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്നത്. മൺമറഞ്ഞുപോയ അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനവും ചടങ്ങിൽ നടക്കും. ഏപ്രിൽ 27 രാവിലെ 10 മണി മുതൽ വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. K പ്രേംകുമാർ MLA മുഖ്യാതിഥിയാകും. ചടങ്ങിൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരനും പിന്നണി ഗായകനുമായ പ്രണവം ശശി വിശിഷ്ടാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ശ്രീധരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും. സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ, PTA പ്രസിഡന്റ് TP രാംകുമാർ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 14-ാം തീയതി നമ്മുടെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചത് വിളംബര ജാഥയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. അന്ന് തന്നെ കെട്ടിട ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും അന്ന് നൽകുകയുണ്ടായി. തുടർന്ന് മാർച്ച് 1-ാം തീയതി ബാബു മാസ്റ്ററുടെ അനുസ്മരണയ്ക്കായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി.
അതിനെ തുടർന്ന് ഏപ്രിൽ 6, 7, 8 തീയതികളിൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി. ഏപ്രിൽ 20 വീരമംഗലത്ത് വെച്ച് ഒരു മെഡിക്കൽ ക്യാമ്പും തുടർന്ന് ഇനി ഉള്ള പരിപാടികൾ നടത്താൻ ബാക്കിയുള്ള പരിപാടികളാണ്. ഏപ്രിൽ 27 തീയതി നമ്മൾ ഗുരുപ്രണാമം എന്ന പേരിൽ വിരമിച്ച എല്ലാ അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ആദരിക്കുന്ന പ്രോഗ്രാം നമ്മൾ നടത്താൻ പോവുകയാണ്. അതിലേക്ക് എല്ലാ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം ഈ പരിപാടി എന്ന് പറയുന്നത് 35 അധ്യാപകരാണ് അവിടെ നിന്ന് റിട്ടയർ ചെയ്തത്. അതിൽ നിന്ന് 14 അധ്യാപകർ മരണപ്പെട്ടു. ഈ 14 അധ്യാപകരുടെയും ഫോട്ടോ അനാച്ഛാദനവും അതിനുശേഷമുള്ള ബാക്കി 21 അധ്യാപകരെ ആദരിക്കുന്ന പരിപാടിയാണ്. പരിപാടിയിൽ ബഹുമാനായ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി പ്രണവ് ശശിയും മഹനീയ സാന്നിധ്യമായ സ്കൂൾ മാനേജർ ശ്രീ വത്സം മഠത്തിലും പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപകൻ N ജനാർദ്ദനൻ, PTA പ്രസിഡന്റ് TP രാംകുമാർ, PTA വൈസ് പ്രസിഡന്റ് AT ഷെരീഫ്, KT ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആയുർവേദ ഡോക്ടർമാരുടെ പൊതുസംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം 27 മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലെ പാലാട്ട് റെസിഡൻസിയിൽ നടത്തും. N ഷംസുദ്ദീൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആയുർവേദ ചികിത്സാരംഗത്ത് യോഗ്യതയില്ലാത്തവർ ചികിത്സ നടത്തരുതെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെങ്കിലും ഇപ്പോഴും വ്യാജന്മാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെതിരെ നടപടി ശക്തമാക്കണം. ദൗർഭാഗ്യവശാൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ആയുർവേദ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സാധ്യതകൾ പുതുതായിട്ട് തുറന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിൽ തന്നെ ആയുർവേദം കൂടുതൽ സ്വീകാര്യമാവുകയും അവിടേക്കെല്ലാം നമ്മുടെ ഡോക്ടർമാർക്ക് ജോലിക്കുള്ള സാധ്യതയൊക്കെ വരുന്നുണ്ട്. അതേസമയം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ആയുർവേദത്തിന് കുറേ അധികം പ്രതിസന്ധികൾ അതെല്ലാ കാലത്തും നേരിട്ടിട്ടുണ്ട്. അതിപ്പോഴും ഈ ആനുകാലികമായിട്ടും കുറേ പ്രതിസന്ധികൾ. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു നാട്ടുവൈദ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് 1 കോടി രൂപ വകയിരുത്തിയത് ബജറ്റിൽ. പക്ഷെ അതിലൊരു ചെറിയ അപാകത ഉണ്ട്. സുപ്രീം കോടതി വരെയും ഇന്ത്യൻ പാർലമെൻറ്റും അംഗീകരിച്ച ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അംഗീകൃത യോഗ്യത മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് ചികിത്സാ അധികാരം. അപ്പോൾ നിങ്ങൾ പലരും പ്രത്യേകിച്ച് ചോദിക്കും, പാരമ്പര്യമായിട്ട് ഒരുപാട് അറിവുകളുണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്തു? പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്ന ഒരു 1940 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പാരമ്പര്യമായ വൈദ്യ കുടുംബങ്ങളിലുള്ളവരൊക്കെ ആയുർവേദ കോളേജിൽ പഠിച്ച് ഇന്ന് ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കുന്ന 60-70% പേര് പാരമ്പര്യമായ ആയുർവേദ അറിവുള്ള വീട്ടിൽ നിന്നുള്ളവരാണ്. കാരണം അവർക്ക് നാളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അക്കാഡമിക വിദ്യാഭ്യാസവും ഇതിന് സർക്കാർ നിർദ്ദേശിക്കുന്ന യോഗ്യതയും അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ പാരമ്പര്യമായ വൈദ്യ കുടുംബങ്ങളിൽ നിന്നുള്ളവരൊക്കെ ആയുർവേദ കോളേജിൽ ചേർന്ന് അഭ്യസനം നടത്തിയത്. രാവിലെ 8:30 പതാക ഉയർത്തും. 9 മണിക്ക് സംഘടനാ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P റെജിന അധ്യക്ഷത വഹിക്കും. ചർച്ച, തുടർന്ന് മറുപടി, തിരഞ്ഞെടുപ്പ് എന്നിവ നടത്തും. 11 മണിക്ക് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗതസംഘം ചെയർമാൻ ഡോക്ടർ P സതീശൻ അധ്യക്ഷത വഹിക്കും. നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയാകും. 2 മണിക്ക് ശേഷം ശാസ്ത്ര സെമിനാർ നടത്തും. സ്വാഗതസംഘം ചെയർമാൻ ഡോക്ടർ P സതീശൻ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ E ബാസിം, സംസ്ഥാന വനിതാ കമ്മിറ്റി അധ്യക്ഷ ഡോക്ടർ അസ്മാബി, ഡോക്ടർ PM ദിനേശൻ, ഡോക്ടർ CV ശ്രീഹരി, ഡോക്ടർ ഫൗഷ, ഡോക്ടർ സിറാജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ 2024-2025 വർഷത്തെ PMAY ഗുണഭോക്താക്കൾക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അനുമതി പത്രം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായി 120ഓളം ഗുണഭോക്താക്കൾക്കാണ് അനുമതി പത്രം വിതരണം ചെയ്തത്. ഈ PMAY ഗ്രാമീൺ നമുക്ക് എല്ലാവർക്കും അറിയാം, 2018 നിങ്ങൾ എല്ലാവരും ബ്ലോക്കിൽ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തത്. ഒരുപാട് പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് ലിസ്റ്റ് അംഗീകരിച്ചു വന്നപ്പോൾ ആ
1777 പേര് ആ ലിസ്റ്റിൽ 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായിട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 2021-22 വർഷത്തില് നമ്മൾ ആകെ 6 ഗ്രാമപഞ്ചായത്തുകളിലുമായിട്ട് 147 വീടുകൾക്കാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട 147 പേർക്കാണ് നമ്മൾ പൈസ കൊടുക്കാൻ, അല്ലെങ്കിൽ അത്രയും പേരെയാണ് എടുക്കാൻ നമുക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളും ബ്ലോക്കിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് വീട് കിട്ടുക എന്നുള്ളത് നിരന്തരമായിട്ട് പഞ്ചായത്തിലും ബ്ലോക്കിലും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ജനുവരിക്ക് ശേഷമാണ് PMMA ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. അതിനനുസരിച്ച് നമ്മൾ നോക്കിയപ്പോ 1777 പേരിൽ 147 പേർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 1630 പേരാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈദാലി അധ്യക്ഷനായി. ഹൗസിംഗ് ഓഫീസർ ശാന്തിനി NK പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുമിത, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ VK രാധിക, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ പത്മപ്രിയ, O ശ്രീകുമാരി, VT ജയൻ, എക്സ്റ്റൻഷൻ ഓഫീസർ മോഹൻദാസൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് BDO ശിവശങ്കരൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. തൊഴിലുറപ്പ് പദ്ധതിയുമായുള്ള സംയോജന സാധ്യതകളും വിശദീകരിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ലോക വെറ്ററിനറി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ പാലക്കാട് ജില്ലയുടെ നേതൃത്വത്തിൽ കർഷകർക്കായി ക്വിസ് മത്സരവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം വെറ്ററിനറി പോളിക്ലിനിക്കിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ C സുധീർ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പ് പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PG രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കന്നുകാലി രോഗങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തിൽ ഡോക്ടർ K വിഷ്ണു ക്ലാസ് എടുത്തു. ക്വിസ് മത്സരത്തിൽ മുട്ടിപ്പാലം ക്ഷീര സഹകരണ സംഘം 1ാം സ്ഥാനവും പാലപ്പുറം ക്ഷീരസഹകരണ സംഘം 2ാം സ്ഥാനവും നേടി. ഷൊർണൂർ RIHSCയിലെ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ MS സുജിത്ത്, ഒറ്റപ്പാലം വെറ്ററിനറി പോളിക്ലിനിക്കിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ദീപ ചിറയത്ത്, ഒറ്റപ്പാലം വെറ്ററിനറി സർജൻ ഡോക്ടർ അജിത് കൃഷ്ണൻ KB, അനങ്ങനടി വെറ്ററിനറി സർജൻ ഡോക്ടർ സോന R, ഡോക്ടർ മാളവിക, ഡോക്ടർ അരുണ V മുരളി എന്നിവർ സംസാരിച്ചു. ബാലസംഘം ശ്രീകൃഷ്ണപുരം ഏരിയ വേനൽ തുമ്പി കലാജാഥ പര്യടനം തുടങ്ങി. കടമ്പഴിപ്പുറം GUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K സലീഖ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കൺവീനർ AC രാമകൃഷ്ണൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CP സുധാകരൻ, R സൂരജ്, K രാമചന്ദ്രൻ, P സുബ്രഹ്മണ്യൻ, C കൃഷ്ണൻകുട്ടി, MC വാസുദേവൻ, T രാമകൃഷ്ണൻ, AR സാരംഗ്, P രാകേഷ് എന്നിവർ സംസാരിച്ചു. ആലക്കാട് നിന്നും പര്യടനം തുടങ്ങിയ കലാജാഥ ബുധനാഴ്ച വൈകിട്ട് 5-ന് കുറ്റാനശ്ശേരിയിൽ സമാപിക്കും. R സൂരജ് ജാഥ ക്യാപ്റ്റനും PS അഞ്ജിത വൈസ് ക്യാപ്റ്റനും AC രാമകൃഷ്ണൻ മാനേജറുമായ കലാജാഥയിൽ 18 പേരാണുള്ളത്. ഏരിയയിലെ 17 കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. പോളി ആർത്രൈറ്റിക്സ് രോഗം ബാധിച്ച ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി ശ്രീജിത്തിന്റെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കാൻ തിറകെട്ടിയാടി സുഹൃത്തുക്കൾ. 15 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ആവശ്യം. മായന്നൂർ പാലം മുതൽ ഒറ്റപ്പാലം വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നുമാണ് ചികിത്സയ്ക്കായി പണം സ്വരൂപിച്ചത്. സുഹൃത്തുക്കൾ തിറകെട്ടിയാടിയാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയത്. പോളി ആർത്രറ്റിക്സ് രോഗം ബാധിച്ച പാലപ്പുറം സ്വദേശി 20-കാരനായ ശ്രീജിത്തിന് 15 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ആവശ്യം. ഇത് കണ്ടെത്തുന്നതിനായുള്ള കഠിന പ്രയത്നത്തിലാണ് കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും. പോളി ആർത്രറ്റിക്സ് എന്ന ഈ മഹാരോഗം ബാധിച്ച ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഈ 17 ലക്ഷത്തോളം രൂപ അതിനായിട്ട് ചെലവ് വന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ധനശേഖരണാർത്ഥം ഞങ്ങൾ കരകളി ടീമുകളെ കുറച്ച് പേര് ഞങ്ങളെ ചേർന്നിട്ട് സംഘം ചേർന്നിട്ട് ഒറ്റപ്പാലം ഭാഗത്ത് ഉള്ള
നിലവിൽ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് ഉള്ളത്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരി ജനമൈത്രി പോലീസും SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയും ഒറ്റപ്പാലം RTOയും സംയുക്തമായി ചെർപ്പളശ്ശേരി പോലീസ് പരിധിയിലുള്ള 18 SC/ST അംഗങ്ങൾക്ക് 2-വീലർ ലൈസൻസ് വിതരണം ചെയ്തു. CI ബിനു തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനമൈത്രി പോലീസും SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയും ഒറ്റപ്പാലം RTOയും സംയുക്തമായിട്ടാണ് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട SC/ST അംഗങ്ങളായ 18 പേർക്ക് 2-വീലർ ലൈസൻസ് വിതരണം ചെയ്തത്. പരിപാടിയുടെ ഉദ്ഘാടനം CI ബിനു തോമസ് നിർവഹിച്ചു. സാധാരണ ഈ തരത്തിലുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ലൈസൻസ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടപ്പിൽ വെക്കുക എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊരാൾക്ക് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ മെനക്കെട്ട് നടന്നിട്ട് വേണം അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ മെനക്കെട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും അങ്ങനെ മെനക്കെടാൻ വേണ്ടി കുറച്ച് പേര് മുന്നോട്ട് വന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ തരത്തിൽ ഒരു അഡ്വാൻറ്റേജ് ആയ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ 2-വീലർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ 4-വീലർ ഉപയോഗിക്കുന്ന ഏത് തരം വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 2 ഏജൻസികളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ചെക്ക് ചെയ്യുന്നത്. ഒന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഈ വണ്ടി കൈ കാണിച്ച് നിർത്താതെ പോകുന്നതും നല്ല സ്പീഡിലൊക്കെ ഓടിച്ചു പോകുന്നതും എന്ത് കാര്യം കൊണ്ടായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു തോന്നൽ. നിങ്ങൾ അനുഭവം വെച്ച് തോന്നുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ലൈസൻസ് ഇല്ലാത്ത പറഞ്ഞു പോകും. രണ്ടാമത്, ഇതിലൊരു ഇൻട്രസ്റ്റ് കൊണ്ട്, വണ്ടി ഓടിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നല്ല സ്പീഡ് പോകും. ഈ 2 കാര്യങ്ങളും എന്താണ് അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നത്. ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അല്ലെങ്കിൽ അതോട് കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലയിടത്തും റോഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞവർ പലരും മുന്നേ പോയിട്ടുണ്ട്. ചിലവർ മുകളിലേക്ക്, ചിലവർ സ്ഥിരമായി കിടപ്പിലേക്ക്. CPO ഗിരീഷ്, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാമകൃഷ്ണൻ, P ഉണ്ണികൃഷ്ണൻ, ലീല, ഉഷ, കല്യാണിക്കുട്ടി, വസന്ത, രാമകൃഷ്ണൻ വെള്ളിനേടി എന്നിവരും SC/ST പ്രൊമോട്ടർമാരായ അനീഷ് VP, സുദർശൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി BRC പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങൾക്കുള്ള iLab പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് ഇൻ്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി BRC പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പൊതുവിദ്യാലയങ്ങൾക്കാണ് iLab പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പട്ടാമ്പി BRCയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പട്ടാമ്പി നഗരസഭയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഉപകരണ വിതരണം നടക്കുന്നത്. നമുക്ക് ഇന്ന് പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു എന്താ പറയുക പ്രവർത്തനത്തിലൂടെ അവർക്കൊരു വരുമാന മാർഗവും കൂടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ വിവിധ ഇനം പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. നമുക്കറിയാം, അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ വലിയ പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് ഇന്ന് ബൾബ് ഉണ്ടാക്കുന്നത് അടക്കം അവർ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഭാവിയിലേക്ക് അവർ മുതൽക്കൂട്ട് കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ അവരെല്ലാം ഇന്ന് കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിഷ്വലായിട്ട്, എല്ലാം വിഷ്വലായിട്ടാണ് അവർ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ സർക്കാരുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് 113 ഇനം ആണ് സ്കൂളുകൾക്ക് തരുന്നത്. അത് കഴിക്കുന്ന മെറ്റീരിയൽ എല്ലാതരം അത് സൂക്ഷിക്കുന്നതിനുള്ള ഒരു അലമാര കൂടി നൽകിക്കൊണ്ടാണ് ഇന്ന് ഇവരുടെ വിതരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കുട്ടികളത് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭാഷ സൂചിപ്പിച്ചു, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കത് കൂടുതൽ നിലവാരത്തിലേക്ക് അവരെ പഠന നിലവാരം എത്തിക്കുന്നതിന് വേണ്ടി അധ്യാപകർ പൂർണ്ണമായും അത് പിന്തുണയ്ക്കുന്നുണ്ട്. അത് പൂർണ്ണമായി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളിലേക്ക് കൂടുതൽ. പട്ടാമ്പി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VP മനോജ്, ട്രെയിനർ TK സ്മിത, CRC കോർഡിനേറ്റർ VP അനീഷ് എന്നിവർ സംസാരിച്ചു. 5, 6, 7 ക്ലാസുകളിലെ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിക്സ്, കെമിക്കലുകൾ, ലാബ് ഉപകരണങ്ങൾ, വിവിധ മോഡലുകൾ, സുരക്ഷിത ഉപകരണങ്ങൾ, ടൂൾസുകൾ എന്നിവ ഉൾപ്പെടുന്ന 113 ഇനങ്ങളും
സ്റ്റോറേജ് ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. മുണ്ടൂർ ധർമ്മീശ്വരം ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനോത്സവം മെയ് 2 ആഘോഷിക്കും. ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പുല്ലൂർമണ്ണ മണിവർണ്ണൻ നമ്പൂതിരി പാരായണത്തിന് നേതൃത്വം നൽകുന്നു. മേക്കാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. മെയ് 1 സപ്താഹയജ്ഞം സമാപിക്കും. 2 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ചും കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ചും NCP പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി കൊപ്പം സെന്ററിൽ പ്രതിഷേധ ജ്വാല നടത്തി. പി സുന്ദരൻ അധ്യക്ഷനായി. KP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. CK രാജ്കുമാർ, അലി കാരക്കാട്, അമ്മു, രാജീവ്, ഉമ്മർ കൊപ്പം, TP സതീഷ്, P ബാബു, P പ്രസാദ് എന്നിവർ പങ്കെടുത്തു. നല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായവർക്കായി അനുശോചന യോഗം നടത്തി. K രാജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു. KMK ബാബു, മൂസ പേങ്ങാട്രി, NP രാമകൃഷ്ണൻ, ബിജു, മഹ്റൂഫ് ഇംബാനു, റസാഖ് എഴുവന്തല, മൻസൂർ ഇംബാനു, ബിജുകുമാർ, AT മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീടിന്റെ തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ആദിവാസി യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. അട്ടപ്പാടി പാലൂർ കുളപ്പടിയൂരിലെ ഈശ്വരൻ എന്ന ഒടിയനാണ് മണ്ണാർക്കാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണം. പട്ടാമ്പി ടൗണിലെ പ്രവൃത്തികൾ അടുത്തയാഴ്ച തുടങ്ങും. കുടിവെള്ള പൈപ്പുകൾ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കും. ജലവിതരണം മുടങ്ങിയേക്കുമെന്ന് മുന്നറിയിപ്പ്. പെരിന്തൽമണ്ണയിൽ കത്തി നശിച്ച കടയുടമയ്ക്ക് താങ്ങായി മർച്ചന്റ് അസോസിയേഷൻ. തീപിടുത്തമുണ്ടായി നശിച്ച കടയ്ക്ക് പകരം 48 മണിക്കൂറിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് പുതിയ കട ആരംഭിക്കാൻ സഹായം ചെയ്ത് കൂട്ടായ്മ. ഇത് അതിജീവനത്തിന്റെ മികച്ച മാതൃകയെന്ന് MLA. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ താഴേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം മന്ത്രി V അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. 50 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.